ഹലോ ഡിയേഴ്സ്, നമുക്കിന്നൊരു ബീഫും കായും വെച്ചാലോ. അത് നല്ല തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് വരട്ടി വളരെ ഈസിയറായിട്ട് കുക്കറിലാണ് നമ്മളിന്ന് വെക്കുന്നത്. നല്ല ടേസ്റ്റാണ്. നിങ്ങളിത് ഒരു വട്ടെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട്. എനിക്ക് നല്ല രീതിക്ക് അഭിപ്രായം കാര്യങ്ങളൊക്കെ വന്നാൽ നല്ല അടിപൊളി റെസിപ്പി ആയിരുന്നു. നമുക്കിതിൽ ഒരുപാട് സബോള കാര്യങ്ങളൊന്നും ഇട്ട് നമുക്കൊരു മതിരിപ്പ് വരും സബോള ഇടുമ്പോൾ. അപ്പം നമ്മൾ സബോളൊക്കെ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്തിട്ട് ചുവന്നുള്ളി വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഐറ്റം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നമ്മൾ ഈ 1 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. നല്ല രീതിക്ക് കഴുകി വൃത്തിയാക്കി നമ്മൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യേണ്ടത് മല്ലിപ്പൊടിയും മുളക് പൊടിയും സമ എടുത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് മാറ്റി വയ്ക്കുക. മുഴുവൻ മല്ലിയും മുഴുവൻ മുളകും ഉണ്ടെങ്കിൽ അതാണ് കുറച്ചും കൂടി നന്നായിട്ട് വരിക കേട്ടോ. ഇനി നമ്മളൊരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളൊരു 3 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. 3 ചുവന്നുള്ളി ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞിട്ട് അതിലിട്ട് കൊടുത്തു. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ടാണ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അത് നല്ലപോലെ ഒന്ന് ഇളക്കി അതിനുശേഷം നമ്മൾ ഇതിലേക്ക് നമ്മൾ കഴുകി ഇവിടത്തേക്ക് മാറ്റി വെച്ച ബീഫ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മൾ 1 മിനിറ്റ് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. 1 മിനിറ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പൊടികളുണ്ടല്ലോ അതിട്ട് കൊടുക്കുക. അതിട്ട് കൊടുത്തതിന് ശേഷം ഇതേപോലെ തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ. ഇങ്ങനെ ഇളക്കിയതിന് ശേഷം നമുക്കൊരു 5 മിനിറ്റ് ഇതേപോലെ തന്നെ ഇളക്കി കൊടുക്കാം. അതിൽ നിന്ന് മസാലയൊക്കെ പിടിച്ചിട്ട് നല്ലൊരു സ്മെല്ല് വരും. അത്ര വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ചെറിയൊരു തളയൊക്കെ വരുന്നത് വരെ നമ്മൾ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ടാണ് നമ്മൾ ഇത് മൂടി വെച്ചിട്ട് വിസിലേറ്റാനായിട്ട് അതുവരെ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് മറന്നു പോയ ഐറ്റാണ് ഉപ്പ്. അപ്പോൾ 1 കിലോ ബീഫിനായിട്ടുള്ള ഉപ്പും നമ്മൾ ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് തിള വന്നതിന് ശേഷം മാത്രം നമ്മൾ എന്ത് ചെയ്യുക കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കായ ചേർക്കാനാണ്. കായ നമ്മൾ ഇതേപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ട് അതിൻ്റെ കറിയൊക്കെ കളഞ്ഞതിന് ശേഷം മഞ്ഞപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് വേവിക്കാനായിട്ട് മാറ്റി വയ്ക്കാം. വല്ലാതെ വെന്തുടയരുത്. ബീഫിൻ്റെ പോലെ തന്നെ നമുക്ക് കിട്ടണം കേട്ടോ. ഇപ്പോൾ ബീഫ് നമ്മളൊരു 10 വിസിലോളം അടിച്ചിട്ടുണ്ടാവും. അപ്പോഴാണ് നമുക്ക് വെന്ത് കിട്ടിയിട്ടുള്ളത്. അതിൽ നല്ല നെയ്യും കാര്യങ്ങളൊക്കെ ഇറങ്ങി വന്ന് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ് നമ്മൾ ലാസ്റ്റ് കഴിക്കാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വറവിടലാണ്. വറവിടാനായിട്ട് നമ്മൾ വേറെ എക്സ്ട്രാ വെളിച്ചെണ്ണയൊന്നും എടുക്കുന്നില്ല. നമ്മൾ അതിലത്തെ നെയ്യ് തന്നെയാണ് ബീഫിൽ ഇറങ്ങി വന്നിട്ടുള്ള നെയ്യ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. നെയ്യിൽ നമുക്ക് കുറച്ച് ഉലുവിട്ട് പൊട്ടിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, 2 ചുവന്നുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് മുഴുവൻ മുളക് ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ നമ്മൾ കൊത്തി മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ തേങ്ങ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടി നല്ല രീതിക്ക് ഒന്ന് മുരിഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് ബീഫിലേക്ക് ഇതേപോലെ ചേർത്ത് കൊടുക്കുക. അപ്പം നല്ലൊരു സ്മെല്ല് വരും. അപ്പം നമ്മൾ നേരത്തെ വേവിച്ചിട്ട് കായും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ലപോലെ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ബീഫും കായും ഇവിടെ റെഡി ആയിട്ടുണ്ട്. തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് വരട്ടിയിട്ട് നമുക്ക് കുക്കറിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല അടിപൊളി റെസിപ്പിയാണ്. ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കി ഉണ്ടാക്കിയിട്ട് ഇഷ്ടമായി കമൻറ്റ് ചെയ്യണേ. ബൈ.